പ്രായഭേദമില്ലാതെ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മുടിയിലുണ്ടാകുന്ന നര. നര മാറ്റാനുള്ള ഒരു എളുപ്പ മാർഗ്ഗമാണ് പറയുന്നത്. ഇനി കെമിക്കൽ ഡൈകൾ മേടിച്ച് മുടി നശിപ്പിക്കല്ലേ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എന്തായാലും നമുക്ക് സമയം കളയണ്ട കേട്ടോ. ഞാൻ ഈ പറയുന്ന പാക്ക് ഒന്ന് ട്രൈ ചെയ്യണേ. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ മുടിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലോങ് ഹെയറിന് അളവിനല്ല ഞാൻ എടുക്കുന്നത്, നോർമൽ ഹെയറിനാണ്. നോർമൽ ഹെയറിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മുടെ ഹെന്ന പൗഡർ എടുത്തേക്കുന്നത് 3 ടേബിൾ സ്പൂൺ ആണ്. ഇപ്പോൾ ലോങ് ഹെയർ ആകുമ്പോൾ അത് 6 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഹെന്ന പൗഡർ നമ്മുടെ മുടിയിലുണ്ടാകുന്ന നര വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഹെന്ന പൗഡറിൽ നിന്ന്. അതിനുശേഷം അതിലേക്ക് ഞാൻ ചേർത്തേക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തേക്കുന്നത്. കോഫി പൗഡർ നമ്മുടെ മുടിയിലുണ്ടാകുന്ന നര കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ പറയുന്ന പാക്ക് ഉണ്ടാക്കിയ ഉടനെ തന്നെ ഇടാനായിട്ട് നോക്കണം. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങളുടെ മുടിയിലുണ്ടാകുന്ന നര വേരിൽ നിന്ന് തന്നെ കറുക്കാൻ സഹായിക്കുന്നതാണ് ഈ ഒരു പാക്കിൽ നിന്ന്. അങ്ങനെ നമ്മുടെ കോഫി പൗഡറും ഹെന്ന പൗഡറും ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. ലോങ് ഹെയറിന് എടുക്കുന്ന സമയത്ത് കോഫി പൗഡർ 2.5 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത്, അതായത് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് ഇൻഡിഗോ പൗഡറാണ്. ഇൻഡിഗോ പൗഡർ നമ്മുടെ മുടിയിലുണ്ടാകുന്ന നര പെട്ടെന്ന് തന്നെ കറുപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഇൻഡിഗോ പൗഡറിൽ നിന്ന്. ഇൻഡിഗോ പൗഡർ നമുക്ക് ഓൺലൈൻ വഴിയും അങ്ങാടി കടയിൽ നിന്നും ഇൻഡിഗോ പൗഡർ മേടിക്കാൻ സാധിക്കുന്നതാണ്. 2 ടേബിൾ സ്പൂൺ ആണ് ഇൻഡിഗോ പൗഡർ നമ്മൾ ചേർക്കേണ്ടത്. ഇൻഡിഗോ പൗഡർ വളരെ നല്ലതാണ്. മുടിയിലുണ്ടാകുന്ന നര പൂർണ്ണമായിട്ടും കറുപ്പിക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഇൻഡിഗോ പൗഡറിൽ നിന്ന്. ഇൻഡിഗോ പൗഡറും നമ്മുടെ കോഫി പൗഡറും ഹെന്ന പൗഡറും കൂടി നല്ലപോലെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എന്താണ് ഇതിലേക്ക് ചേർക്കുന്നതെന്നുള്ളത് ഞാൻ പറയാം. ബീട്രൂട്ട്, നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് വേണം. അതിൻ്റെ ജ്യൂസാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. വെള്ളം ചേർക്കാനേ പാടില്ല. മിക്സിയിലിട്ടൊന്നും അരച്ചെടുക്കരുത്, അല്ലാതെ ഗ്രേറ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പോൾ നമുക്ക് ബീട്രൂട്ടിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമേ കിട്ടുള്ളൂ. മിക്സിയിലിട്ട് അരയ്ക്കുന്ന സമയത്ത് നമുക്ക് നല്ലോണം അരയുകയില്ല, ആ ബീട്രൂട്ടിൻ്റെ ജ്യൂസും കിട്ടുകയില്ല. ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നമുക്ക് നല്ല പോലെ കിട്ടും. ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തേക്കുന്നതിൽ നിന്ന് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ബീട്രൂട്ട് ജ്യൂസ് നമ്മുടെ മുടിയിലുണ്ടാകുന്ന നരയുണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ബീട്രൂട്ട് ജ്യൂസിൽ നിന്ന്. 2 ടേബിൾ സ്പൂൺ മതിയാകും കേട്ടോ ബീട്രൂട്ടിൻ്റെ ജ്യൂസ്. നിങ്ങൾക്കിപ്പം ബീട്രൂട്ട് ഇല്ല എങ്കിൽ ബീട്രൂട്ടിൻ്റെ പൗഡർ നിങ്ങൾക്ക് ചേർക്കാം. അതും മേടിക്കാനായിട്ട് നമുക്ക് ഓൺലൈൻ വഴിയും അങ്ങാടി കടയിലും ഒക്കെ കിട്ടുന്നതാണ് ബീട്രൂട്ടിൻ്റെ പൗഡറും. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ബീട്രൂട്ട് ജ്യൂസ് തന്നെ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ആക്കണം. ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി വേണം. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള തേയിലവെള്ളമാണ് നമുക്ക് വേണ്ടത്. ഞാൻ തേയിലവെള്ളമൊക്കെ തണുപ്പിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. നല്ല സ്ട്രോങ് തേയിലവെള്ളം തന്നെ വേണം കേട്ടോ. ഇത് നമുക്ക് മുടി കഴുകാനായിട്ട് ഉപയോഗിക്കാം. നമുക്ക് മുടിയിലുണ്ടാകുന്ന നരയുണ്ടല്ലോ ഈ തേയിലവെള്ളത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കും. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും മുടിക്ക് കറുപ്പ് നൽകാൻ സഹായിക്കുന്നതാണ്. തേയിലവെള്ളം ഞാൻ തണുപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാക്കിലേക്ക് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബാക്കി വരുന്നത് നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് കുളിക്കുന്ന സമയത്ത് മുടി വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ എന്തായാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വേണ്ടത്ര അനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കരുത്. നമുക്ക് കാരണം ഈ ഒരു പാക്കിനൊരു പരുവുണ്ട്. മുടിയിലിട്ടാൽ താഴെ വീഴാൻ പാടില്ല. ആ ഒരു പരുവത്തിലായിട്ടാണ് നമ്മൾ ഇതൊന്നും മിക്സ് ആക്കി എടുക്കേണ്ടത്. അധികം ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മൾ മുടിയിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ താഴെയെല്ലാം പോകും. നമ്മൾ ഒരാളുടെ സഹായമില്ലാതാണ് പാക്ക് ചിലപ്പോൾ നമ്മൾ മുടിയിലിടുന്നത്. അപ്പോൾ നമ്മുടെ മുടിയിൽ പറ്റണ്ടേ, അതിനനുസരിച്ച് വേണം നമ്മളിതൊന്നും മിക്സ് ആക്കി എടുക്കാനായിട്ട്. എന്തായാലും ഞാൻ കുറച്ചും കൂടി ആ ഒരു തേയിലവെള്ളം ചേർത്ത് മിക്സ് ആക്കി കൊടുക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഇടണം, വെച്ചേക്കാൻ പാടില്ല. ബാക്കി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കളഞ്ഞേരെ പിന്നീട് ഉപയോഗിക്കാനായിട്ട് നോക്കരുത്. കാരണം അതിൻ്റെ ഗുണമെല്ലാം കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഉടനെ ഇട്ടാലേ ആ ഒരു ഗുണം നമ്മുടെ മുടിക്ക് കിട്ടുള്ളൂ, കറുക്കുകയും ചെയ്യുള്ളൂ. ഈ ഒരു പാക്ക് ഇടുന്നതിൻ്റെ മുന്നേ മുടി നല്ല പോലെ ഷാമ്പു ഉപയോഗിച്ച് കഴുകി ഡ്രൈ ആക്കിയിട്ട് വേണം നിങ്ങൾ ഇടാനായിട്ട്. ഓയിലിൻ്റെ ഒരംശം പോലും കാണാൻ പാടില്ല. ഓയിലിൻ്റെ അംശമുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നമ്മുടെ മുടിയിൽ പിടിക്കില്ല. കാരണം ഓയിൽ ഒരു വലയം തീർത്ത് വെച്ചേക്കുമല്ലേ മുടിയിലേക്ക്. നമ്മൾ ഈ ഒരു പാക്ക് ഇട്ടാൽ അത് ഒരു രീതിയിലും പിടിക്കില്ല. അങ്ങനെ നമ്മുടെ പാക്ക് ഈ ഒരു പരുവത്തിലാക്കി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾ മുടിയിൽ ഇട്ടാൽ മതി. സംഭവം കിടുവാണ്. ഞാനൊരു ആയുർവേദിക് പരമായിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. ഇത് ഷാമ്പു, പിന്നെ നമ്മുടെ ഹെയർ ഓയിൽ, സെറം,
ഇത് ഗോൾഡൻ ഇൻക്ലൂഡ് ആയിട്ട്, അതായത് 24 ഗോൾഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു ഷാമ്പൂ എന്ന് പറയുന്നത്. ഇത് ഹെയർ ഓയിലാണ്. ഹെയർ ഓയിലും വളരെ നല്ലതാണ്. ഈ ഒരു ഹെയർ ലൈവ് ഓയിൽ ഉപയോഗിച്ചാൽ നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത്. പിന്നെ ഹെയർ സെറം, നമുക്ക് പലർക്കും ഓയിൽ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്. അപ്പം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഹെയർ സെറം എന്ന് പറയുന്നത്. ഇതും വളരെ നല്ലതാണ്. സംഭവം കിടുവാണ്. മറ്റുള്ള ഒരു ദോഷങ്ങളും നമ്മുടെ മുടിക്കുണ്ടാവില്ല. പിന്നെ ഷാമ്പൂ, ഈ ഒരു ഷാമ്പൂ വളരെ നല്ലതാണ്. മറ്റുള്ള രീതിയിൽ ഒരു കെമിക്കലും ചേർക്കാത്തതാണ് ഈ ഒരു ഷാമ്പൂ. വളരെ നല്ലതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്ന ഈ കാണിക്കുന്ന 2 നമ്പർ ഉണ്ടല്ലോ, ഈ 2 നമ്പർ വഴി മേടിക്കാം, അതല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴിയും മേടിക്കാം. ഇതൊരു പ്രൊമോഷൻ വർക്കൊന്നുമല്ല. ഞാൻ ഉപയോഗിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.